ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മോർണിംഗ് ആയിരിക്കില്ല, പക്ഷെ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു സൺഡേ മോർണിംഗ് റുട്ടീനാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരു 8-8:30 സമയത്താണ് എണീക്കുന്നത്. അവനായിരിക്കും ചിലപ്പോൾ എന്നെ വിളിച്ചുണർത്തുന്നത്. അവനെ എണീറ്റിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ എണീറ്റ് വരാറുണ്ട്. രാവിലെ ഞങ്ങൾ എണീറ്റ് വരുമ്പോൾ തന്നെ അമ്മ അവിടെ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ തന്നെ രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് പത്തിരിയും കാടാമുട്ട റോസ്റ്റും വെക്കാമെന്ന്. അപ്പോൾ പിന്നെ അമ്മ പത്തിരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എണീറ്റ് വന്നതിന് ശേഷം ഞാനാണ് കറി ഉണ്ടാക്കിയത്. ഇങ്ങനെ ഒരു പത്തിരി ഞാൻ ആദ്യമായിട്ട് ഇവിടെ അനുശേട്ടൻ്റെ വീട്ടിലേക്ക് വന്നിട്ടാണ് കഴിക്കുന്നത്. ഇങ്ങനെ കൈപ്പത്തിരി എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. ആ പത്തിരി ഉണ്ടാക്കാനുള്ള ഒരു സ്പെഷ്യൽ വട്ടത്തിലുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. ഇത് കുറേ വർഷം പഴക്കമുള്ള ഒരു വട്ടാണ് കേട്ടോ. ഇത് അമ്മയുടെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. ഈ സംഭവം നമ്മൾ ഇലയിലേക്ക് വെച്ചിട്ട് ഇലയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തടവിയിട്ട് പത്തിരിയുടെ മാവ് അതിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. അപ്പോൾ നല്ല വട്ടത്തിൽ നമുക്ക് നല്ല ഷേപ്പിലുള്ള പത്തിരി കിട്ടും കേട്ടോ. ഇതിനെ കയ്യിൽ വെച്ചിട്ട് പരത്തിയിട്ടും നല്ല ഷേപ്പിൽ കിട്ടുന്നവരുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇത് ഇവിടെ ഇങ്ങനെയാണ് ശീലം. അരിപ്പൊടിയിൽ വെള്ളം ഒഴിച്ച് ഉപ്പും നാളികേരൊക്കെ ഇട്ടിട്ട് കുഴച്ചിട്ടുള്ളതാണ് ഈ ഒരു പത്തിരി. ഇതിൽ ജീരകം ഇടാറില്ല. ജീരകം അമ്മയ്ക്ക് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈ ഒരു പത്തിരിയിൽ ജീരകം ഇടാറില്ല. സവാളയൊക്കെ ഞാൻ വരുമ്പോഴേക്കും അമ്മ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കാൻ എളുപ്പത്തിന്. ഞാൻ സവാള അരിയുമ്പോൾ കുറച്ച് കട്ടി കൂടും. അമ്മ നല്ല നൈസായിട്ട് സവാള അരിയും, അതുകൊണ്ട് പെട്ടെന്ന് വഴറ്റാൻ പറ്റും. ഞാൻ മാക്സിമം കനം കുറച്ചിട്ടാണ് അരിയുക, പക്ഷെ അമ്മ അരിയുമ്പോൾ നന്നായിട്ട് കനം കുറച്ച് അരി കിട്ടും. അതുകൊണ്ട് നമുക്ക് വേഗം കറി വെക്കാനായിട്ട് പറ്റും. സാധാരണ ദോശ ഇഡ്ഡലിയൊക്കെ വെക്കുന്ന ദിവസം അമ്മ ചട്നി കൊള്ളി അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. പിന്നെ ദോശ നമ്മൾ കഴിക്കുന്നതിനനുസരിച്ചാണ് ഉണ്ടാക്കാറുള്ളത്. ഇന്ന് പിന്നെ എനിക്ക് കറി ഉണ്ടാക്കാൻ നിൽക്കുന്നതുകൊണ്ട് മോന് ഫുഡ് കഴിക്കാൻ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കറി ഉണ്ടാക്കുമ്പോൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ തന്നെ അവനുള്ള ഫുഡ് ഇങ്ങനെ കുറച്ചേശ്ശെ കൊടുക്കുകയാണ്. നമുക്ക് രാവിലെ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കുന്നത് അത് തന്നെയാണ് രുദ്രന് കൊടുക്കാറുള്ളത്. ഒട്ടുമിക്ക ബ്രേക്ക്ഫാസ്റ്റും അവൻ കഴിക്കാറുണ്ട്. അമ്മേനെ വീഡിയോ എടുക്കേണ്ടതെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര ഷൈ ആണ് വീഡിയോയുടെ മുമ്പിൽ വരാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയുടെ ഫ്രണ്ടിൽ തന്നെ പോയിട്ട് തന്നെ വീഡിയോ എടുക്കുകയാണ്. കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ അടുപ്പിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കുറച്ച് നാളികേരപ്പാലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ടേസ്റ്റും കൂടും. അങ്ങനെ കറിയുടെ ഗ്രേവിയൊക്കെ പാകമായി വന്നപ്പോൾ മുട്ടയും കൂടി ഇട്ട് വെച്ചിട്ട് നമ്മളവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി രുദ്രനെ പോയി കുളിപ്പിക്കണം. ആൾക്ക് കുളിക്കാൻ പോകാനായിട്ട് നല്ല ഇഷ്ടമാണ്. എന്നേക്കാളും മുമ്പ് തന്നെ അവൻ ബാത്റൂമിലേക്ക് ഓടും. കുളിക്കാൻ കയറി കഴിഞ്ഞാൽ പിന്നെ ഒഴിക്കുന്ന കപ്പ് അവൻ്റെ കയ്യിലായിരിക്കും. നമുക്ക് വെള്ളം ഒഴിക്കണമെങ്കിൽ നമ്മൾ കൈ കൊണ്ട് എടുത്തോണ്ട് ഒഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ വേറൊരു കപ്പ് നമുക്ക് ഒഴിക്കാനായിട്ട് മാറ്റി വെക്കേണ്ടി വരും. അങ്ങനെ അവനെ കുളിപ്പിച്ചു കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇന്ന് അവൻ കുറച്ച് പത്തിരി കഴിച്ച കാരണം ഞാൻ കഴിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ കുറച്ച് കൊടുക്കാനാണ്. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇതുപോലെ ഒരുമിച്ചിരുന്നിട്ടാണ് കഴിക്കാറുള്ളത്. അവൻ്റെ ചെയറിൽ ഇരുത്തും, പിന്നെ ഞാനിവിടെ ഇരുന്നിട്ട് കഴിക്കും. സാധാരണ കല്യാണത്തിന് മുമ്പൊക്കെ എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ ഞാൻ കഞ്ഞി മോരൊഴിച്ചിട്ട് എന്തെങ്കിലും ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ടാണ് രാവിലെ കഴിക്കാറുള്ളത്. അന്ന് അതായിരുന്നു എൻ്റെ ഫേവറേറ്റ്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് രാവിലെ പലഹാരമൊക്കെ കഴിച്ചു തുടങ്ങിയത്. ഇന്ന് എനിക്ക് പലഹാരം ഇല്ലാതെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓർക്കാനേ വയ്യ. മോനുണ്ടാവുന്നതിന് മുമ്പൊക്കെ ആദ്യം ഞാൻ രാവിലെ തന്നെ കുളിച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത്. ഇപ്പൊ ഞാൻ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ ബ്രഞ്ചായി മാറും. എനിക്കാണെങ്കിൽ രാവിലെയാണ് കൂടുതൽ വിശക്കുന്നത്. അപ്പൊ നേരത്തെ ഭക്ഷണം കഴിക്കണം. കുളിക്കാൻ പോയി കഴിഞ്ഞാൽ അത്രയും നേരം വൈകും. അതുകൊണ്ട് വേഗം ഭക്ഷണം കഴിക്കും, എന്നിട്ടാണ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കുക. രുദ്രന് തന്നെ വാരി കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് അവന് വായിൽ ഞാൻ മുട്ട വെച്ച് കൊടുക്കുമ്പോൾ അവൻ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിക്കാൻ നോക്കുകയാണ്. പക്ഷെ അവൻ കുറച്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ പീച്ച് കളയാണ് ചെയ്യുക. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ മോൻ അമ്മയുടെ കൊടുത്തിട്ട് ഞാൻ വേഗം പോയി കുളിച്ചു. പിന്നെ കുറച്ച് നേരമൊക്കെ കളിച്ച് ഒരു 11 മണിയാകുമ്പോൾ ആള് വീണ്ടും ഉറങ്ങും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങാറുണ്ട്. പാട്ടൊക്കെ പാടി കുറച്ച് നേരം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കണം, എന്നിട്ടൊക്കെയാണ് ഉറങ്ങാറുള്ളത്. ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കൊണ്ട് നടന്ന് ഉറങ്ങും. ചില സമയത്ത് നല്ല വാശിയായിരിക്കും. അപ്പൊ ഇതുപോലെ പെട്ടെന്നൊന്നും ഉറങ്ങില്ല. ഇന്ന് വേഗം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഉച്ചയ്ക്കും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം രുദ്ര ഉറങ്ങാറുണ്ട്. രാവിലെ അവൻ ഉറങ്ങുന്ന സമയത്താണ് സാധാരണ ഞാൻ എൻ്റെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയത്തും രാത്രിയിൽ ഉറങ്ങുമ്പോഴൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നത്. ഇന്നെന്തായാലും നല്ല സന്തോഷത്തിൽ ഉറങ്ങുന്നതെന്ന് തോന്നുന്നുണ്ട്. ഉറങ്ങുമ്പോൾ ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അവനെ ഉറക്കിക്കെടുത്ത് ചെറിയൊരു സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ഇനി ബാക്കി എൻ്റെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാനുള്ള ടൈമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സൺഡേ മോർണിംഗ് റുട്ടീൻ. എല്ലാ ദിവസവും മോർണിംഗിൽ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അത്രയുള്ളൂ ഗൈസ്. ബൈ.